ഹലോ. ഹലോ. അപ്പോൾ ഞാനും ദർശനം ഞങ്ങൾ വീടിൻ്റെ ബാക്കിലാണ് തൃപ്രയാർ അമ്പലത്തിൻ്റെ ഒരു പുഴ പോകുന്നത്. അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെ ആയിട്ട് ടി വിയിൽ ന്യൂസ് ചാനൽ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടെൻഷനിലായിട്ട് നിൽക്കുക. അപ്പോൾ എന്താണെന്ന് അറിയില്ല, വെള്ളമൊക്കെ കയറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാം. മിക്ക അവിടെ കിടന്ന് കരയുണ്ട്. ഗേറ്റ് അടിച്ചോ ദർശനം? മിക്കു ബൈ പറ. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നു പോകണം. നടക്കാനുള്ള ദൂരമുള്ളൂ, തൊട്ട് ബാക്കിലാണ്. അവിടെ സോളാർ ബോട്ടിങ്ങിൻ്റെയും കയാക്കിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു തൂക്കുപാലമുണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോകണം. അവിടേക്കൊക്കെ പോകാൻ പറ്റുമോ അറിയില്ല അല്ലേ ദർശോ? ഹലോ. ഹലോ. കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു ഒരു ലോങ് ഫോം കണ്ടൻറ് വീഡിയോസ് എടുക്കണം എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഷോർട്സ് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാനായിട്ടുള്ളൊരു അവസരങ്ങൾ കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ദർശനെ കുറിച്ചിട്ടായാലും ഒരു 30 സെക്കൻഡ് റീല് കണ്ടിട്ട് അവനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന എല്ലാം പോസിറ്റീവ് റിവ്യൂസ് ആണെങ്കിൽ കൂടിയിട്ട് എന്താ പറയുക, ബ്ലൈൻഡ്ലി അങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനൊരു ടാഗോ ഇമേജോ വേണമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ചെയ്യുന്നത്. ദർശുവിൻ്റെ ചലഞ്ചസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞങ്ങൾ മിക്കവാറും റീൽസിൽ കാണിക്കാറുള്ളത്. എന്നാൽ ദർശു ഫുൾ ടൈം അങ്ങനെയാണോ, അവൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആക്ച്വലി ഹൂ ഈസ് ദർശു, റിയൽ ആയിട്ടുള്ള ദർശു എങ്ങനെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഓരോ ദിവസം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അത് ചെയ്യാൻ പറ്റാറുണ്ടോ, ഉണ്ടാകുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലോങ് ഫോം കണ്ടൻ്റ് ആയിരിക്കും അതിന് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ പുറത്താണ് പുറത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തൂക്കുപാലമുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്, കണ്ടോ, അവിടെ പുഴയാണ് ബാക്കിൽ. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ നല്ല കണ്ടൻസ് ഉള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് അല്ലേ ദർശു? സപ്പോർട്ട് ചെയ്തോളാട്ടാ. അപ്പോൾ എന്തായാലും ചെയ്യും. എല്ലാവരും നമ്മുടെ കൂടെ ഒപ്പം തന്നെ ഉണ്ടാവും ദർശോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ജേണിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു താങ്ക്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. താങ്ക്സ് ഫോർ ലിസണിങ്. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം.